സൈബർ ബുള്ളിയിങ് ഒരുപാടായി വരുന്നൊരു കാലഘട്ടമാണിത്. വളരെ റീസെന്റ് ആയിട്ട് ഒരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കുട്ടിയുടെ അമ്മ ആ കുട്ടി ടെറസിൽ നിന്ന് താഴെ വീഴാൻ പോവുകയും അതിനെ ആളുകൾ രക്ഷിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അത് ആ അമ്മയുടെ ഒരു അശ്രദ്ധ മൂലമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടും ഒരു ആത്മഹത്യ ഉണ്ടായി. ഇത്തരം ഒരുപാട് കേസുകൾ വളരെ റീസെന്റ് ആയിട്ട് കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ റീസെന്റ് ആയിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിന് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പൊളിറ്റിക്കലായിട്ടും അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ഒപ്പീനിയൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ അതിനും ഒരുപാട് മുമ്പ് ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഒക്കെ എങ്ങനെ മണി ഏൺ ചെയ്യാമെന്നുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ ഫ്രോഡാണ്, ഇങ്ങനെ ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ ഇവൻ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ ഹാക്ക് ചെയ്യും, അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന മെജോറിറ്റി ആളുകളും അത് ഫേക്ക് ഐഡിയിൽ നിന്നാണ് കമന്റ് ഇടുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി പോലും ഇല്ല. മാത്രമല്ല അവർക്ക് സ്വന്തമായിട്ട് ഒപ്പീനിയൻസ് ഇല്ല. അവർക്ക് പബ്ലിക്കലി ഇതേപോലെ സംസാരിക്കാനോ ഒപ്പീനിയൻസ് പറയാനുള്ള ധൈര്യമില്ല. അപ്പൊ അതുകൊണ്ട് അവരൊരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഇത്തരം നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. പിന്നെ ചില ആളുകളുണ്ട് അവരുടെ ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് കമന്റ് ഇടുന്നവരുണ്ട്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു മൂവി ഉണ്ടായിരുന്നു ജനഗണമന. ഡിജോ ചേട്ടന്റെ ജനഗണമനയിൽ രാജുവേട്ടൻ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ഗാന്ധിയെ കൊന്നതിന് രണ്ട് പക്ഷമുള്ള നാടാണ് സാറേ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കലി ഗാന്ധിയായിട്ടും യോജിക്കുന്നതും യോജിക്കാത്തവരായിട്ടുള്ള ആളുകളുണ്ടാവും. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു കോയിന് രണ്ട് വശമുണ്ട്. അതിനൊരു ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. അപ്പൊ ഈ രണ്ട് വശം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. അതുപോലെ ഏതൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ കാണുമ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കി അവിടെ വെക്കുക, അത് ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കുക. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദാസേട്ടൻ പാടുന്ന മനോഹരമായ പാട്ടുകളുണ്ട്. എന്നാൽ അതിനും രണ്ട് ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ലാലേട്ടനും മമ്മൂക്കയും മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമകളുണ്ട്. അതിനും രണ്ട് ഒപ്പീനിയൻസ് ഉണ്ട്. രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് ഒപ്പീനിയൻസ് ഒക്കെയാണ്. അപ്പൊ ഏതൊരു കാര്യത്തിനും രണ്ട് ഒപ്പീനിയൻസ് ഉണ്ടാവും. നമ്മൾ ഇതിൽ നമുക്കിഷ്ടമുള്ള നല്ല ഒപ്പീനിയൻ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാര്യവും നമ്മൾ നേരെ ഹൃദയത്തിലേക്ക് എടുക്കരുത്. അതായത് ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ കളയണം. എല്ലാം നമ്മൾ ഹാർട്ടിലേക്ക് എടുക്കരുത്. അങ്ങനെ എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ തന്നെ നമ്മുടെ ഒപ്പീനിയൻ ആയിട്ട് യോജിക്കാതെ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുകയാണെന്നുള്ള ഒരു തോന്നലൊക്കെ ചിലപ്പോൾ വരാം. അപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു ബോണസ് ആയിട്ട് മാത്രം കരുതാൻ പാടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് അത്തരം ഒരു വിഷമം ഉണ്ടാവില്ല. ഇനീഷ്യലി നമ്മളത് അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അത് വളരെ സിമ്പിളാണ്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ വളരെ കൂളായിട്ട് സമാധാനപരമായിട്ട് അതിനെ ഡീൽ ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പോസ്റ്റിനും താഴെ വരുന്ന കമന്റ്സിന് നമുക്ക് ഡീൽ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ കമന്റ് ഓഫ് ചെയ്തിടാം, നമുക്ക് വേണമെങ്കിൽ തെറി വിളിക്കാം. പക്ഷെ തെറി വിളിക്കേണ്ട ആവശ്യകതയില്ല. നമ്മൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോൾ ആ കമന്റ് ഇട്ട ആൾക്ക് വരെ കമന്റ് ഇടണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഞാനങ്ങനെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. എൻ്റെ പല വീഡിയോസിന്റെ അടിയിൽ വരുന്ന കമന്റ്സിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ട് റിപ്ലൈ കൊടുത്ത് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തപ്പോൾ എനിക്ക് വേറൊരു കമന്റ് വന്നു, ചേട്ടാ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര കൂളായിട്ട് ഈ ആൾക്കാർക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതെന്ന്. സത്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് യൂഷ്വലി എല്ലാവരോടും ഡീൽ ചെയ്യുന്നത്, എല്ലാവരോടും സംസാരിക്കുന്നത് എങ്ങനെയാണ്. ആവശ്യമില്ലാതെ നമ്മൾ എന്തിനാണ് മറ്റൊരാളോട് വെറുപ്പ് കാണിക്കുന്നത്? നമുക്ക് ആരോട് വെറുപ്പിന്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇത്തരം വെറുപ്പുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിനെ വളരെ നോർമലായിട്ട് കൂളായിട്ട് ഡീൽ ചെയ്താൽ മാത്രം മതി. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഈ സൈബർ ആക്രമണങ്ങൾ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, ഒരുപാട് നാളുകളായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരുപാട് പണ്ടത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ വലിയ മഹാന്മാരൊക്കെ തന്നെ ഒരു നല്ലൊരു നിലയിൽ എത്തുന്നതിന് മുമ്പ് വരെ അവരാരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അവരെ കളിയാക്കിയിരുന്നു. പക്ഷെ അവരുടെ ഒരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അവർക്ക് ലക്ഷ്യം കണ്ടു. വലിയൊരു നേതാവായി അല്ലെങ്കിൽ വലിയൊരു കണ്ടുപിടുത്തം നടത്തി എന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കും. അതുവരെ ആരും കൂടെ ഉണ്ടാവില്ല. അത് എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ വളരെ പോസിറ്റീവായിട്ട് മാത്രം ഡീൽ ചെയ്താൽ മതി. ഈ പ്രശ്നം വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അല്ലാതെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല.